എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് കുറേ വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. കുറേ ആയി ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും നടക്കില്ല എന്ന് കരുതി ഞാൻ മാറ്റിവെച്ച എൻ്റെ ഒരു ആഗ്രഹം, ഒരു വലിയൊരു സ്വപ്നം, അത് ഞാൻ സാക്ഷാത്കരിച്ചു. അത് ഞാൻ നേടിയെടുത്തതിൻ്റെ ഒരു സന്തോഷം നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ ഇത്രയും സമയം കൊണ്ട് തന്നെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതെ ഗൈസ്, ഞാൻ എൻ്റെ അരങ്ങേറ്റം നടത്തുകയാണ്. അതായത് എൻ്റെ ഒരു ആഗ്രഹം ഞാനങ്ങ് പൂവണിഞ്ഞു എന്ന് വേണം പറയാൻ. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് കേട്ടോ ഞാൻ ഈ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിയത്. കുറേ പേര് എന്നോട് കളിയാക്കിയവരും കുറ്റം പറഞ്ഞവരും മാറി എന്ന് ചിരിച്ചവരും പിന്നെ നേരെ ചോദിച്ചിട്ടുണ്ട്, മോക്ക് ഈ പ്രായത്തിൽ ഇത് എന്തിൻ്റെ കേടാന്നൊക്കെ ചോദിച്ചവരൊക്കെ ഉണ്ട്. അവരോടൊക്കെ പോയി പണി നോക്കാൻ പറഞ്ഞ്. കാരണം നെഗറ്റീവ് പറയുന്നവരുടെ വാക്കും കേട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്കൊന്നും നേടാൻ പറ്റില്ല. പിന്നെ ഇതെൻ്റെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു. ഇത് എത്രത്തോളം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും, അതിൽ കേൾക്കണവർക്ക് അത് മനസ്സിലാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. ചെറിയ പ്രായത്തിലൊക്കെ ദൂരദർശനിലൊക്കെ ഭരതനാട്യം മോഹിനിയാട്ടം വീഡിയോ ഒക്കെ വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് പോണ സമയത്ത് ഞാൻ കാണും. കാരണം ഭയങ്കര ഇഷ്ടമാണ്. ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. അതുപോലെ കളിക്കണമെങ്കിൽ നമ്മളത് ക്ലാസിക്കലി പഠിച്ച് തന്നെ കളിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കാലിൽ ചിലങ്കയൊക്കെ അണിഞ്ഞ് ഭരതനാട്യം അല്ലെങ്കിൽ മോഹിനിയാട്ടം അതൊക്കെ കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇതുകൊണ്ടൊന്നും ഞാൻ നിർത്താൻ ഉദ്ദേശിക്കണില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തു, കുറേ ബുദ്ധിമുട്ടി, കുറേ വിഷമിച്ചു. എങ്കിലും ഞാനത് നേടിയെടുത്തു. അപ്പോൾ കുറേ നാളത്തെ എൻ്റെ ആഗ്രഹം, എൻ്റെ സ്വപ്നം ഞാനിവിടെ പൂവണിഞ്ഞു. ഇതാണ് എൻ്റെ ടീച്ചർ, ശ്രീലക്ഷ്മി ടീച്ചർ. നൃത്താഞ്ജലി ഡാൻസ് ക്ലാസ്സിലാണ് ഞാൻ പഠിച്ചത്. നെടുവന്നൂർ തന്നെയാണ് അത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ടീച്ചറുടെ ഭയങ്കര ഒരു സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിത് സാധിച്ചത്. ഈ കാലിൽ ചിലങ്ക കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ആ ഒരു സമയം, ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. എനിക്ക് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്കിത് സാധിക്കും എന്നുള്ളത്. ഈ ചിലങ്ക കാലിൽ കിട്ടുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷം കൊണ്ടേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ്. ഏത് സ്റ്റേജ് കിട്ടിയാലും ഞാൻ ഒഴിവാക്കാറുണ്ടായിരുന്നില്ല, കുഞ്ഞുനാൾ തുടങ്ങി ഇപ്പോൾ വരെ, ഈ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ വരെ. പക്ഷേ ഇങ്ങനെ ക്ലാസിക്കൽ ഡാൻസ് കളിക്കണം, പഠിക്കണം, കാലിൽ ചിലങ്ക കെട്ടണം, ആ ഒരു കോസ്റ്റ്യൂം ഇടണം, ആ വേദിയിൽ അങ്ങനെ എല്ലാവരോടൊപ്പം കളിക്കണം, ആ ഒരു ആഗ്രഹം എനിക്ക് നടന്നിട്ടുണ്ടായിരുന്നില്ല. മോളെ ഞാൻ ഡാൻസ് ക്ലാസ്സിലാക്കിയ സമയത്ത് ഞാനും ഡാൻസ് ക്ലാസ്സിന് ചേർന്നു. പക്ഷേ അത് പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അവളും സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് അവൾക്ക് അതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലയെന്ന് കണ്ടു. നമ്മൾ നിർബന്ധിച്ചല്ലല്ലോ ചെയ്യിക്കണ്ടേ. എനിക്കുള്ള അത്രയുള്ള ആഗ്രഹമോ അതിനോടുള്ള ഒരു ആവേശമൊന്നും അവൾക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഞാൻ ഈ ലാസ്റ്റ് 2 വർഷം കൊണ്ട് ഞാൻ വീണ്ടും ഡാൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. ഇടയ്ക്കൊക്കെ ബ്രേക്ക് വന്നു, വീണ്ടും ഞാൻ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഇത് അരങ്ങേറ്റം നടത്താമെന്നൊരു ലെവലിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് തടസ്സങ്ങൾ വന്നു. പക്ഷേ ആ തടസ്സങ്ങളെയൊക്കെ മറികടന്ന് ഒരു ദിവസം ഞാൻ അത് നേടിയെടുത്തു. ഒരുപാട് സന്തോഷമുള്ളൊരു മൊമെൻ്റാണ്. ആ ഒരു സന്തോഷം നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത്. തീർന്നിട്ടില്ല, ഇത് റിഹേഴ്സലിൻ്റെ വീഡിയോ ആണ്. ഇനി ഇതിൻ്റെ അരങ്ങേറ്റം വീഡിയോ ഇതിൻ്റെ പുറകെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സഫലമാക്കണം. അത് മറ്റുള്ളവരെന്ത് വിചാരിക്കും, അവരെന്ത് പറയും, ഇവരെന്ത് പറയും എന്ന് കരുതി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു വിലയില്ലാതെ ആയിപ്പോവും. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർ, എൻ്റെ മക്കൾ, എൻ്റെ റിലേറ്റീവ്സ് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇതിനെ വിമർശിക്കുന്നവർക്കും കുറ്റം പറയുന്നവരോടും എനിക്കൊന്നും പറയാനില്ല. നിങ്ങളത് തുടർന്നുകൊണ്ടേ ഇരിക്കുക. അതൊന്നും പ്രശ്നമല്ല. കാരണം എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ, ഞാൻ എൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളോടും നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ സാധിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ വീടുകളിലും ഉണ്ടാവും ഓരോ ആഗ്രഹങ്ങൾ ഉള്ളിലുണ്ടായിട്ട് പോലും ഒരുപാട് വിഷമത്തോടെ അത് മാറ്റി വെച്ചിട്ട് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന എന്നെപ്പോലുള്ള ഒരുപാട് അമ്മമാരുണ്ടാവും. അവർക്ക് കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അരങ്ങേറ്റത്തിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. അതും നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.